ഹലോ, എല്ലാവർക്കും വേവ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പം എത്തിയിരിക്കുന്നത് പാലായിലാണ്. പാല കൊട്ടാരമറ്റത്താണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. സാന്തോം കോംപ്ലക്സ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡിസംബർ 8-ാം തീയതി നമ്മുടെ പാലാ ജൂബിലിയിലെ പ്രധാന ദിവസം. അപ്പം രാത്രിയിലെ മനോഹരമായ കുറച്ച് ദീപാലങ്കാരങ്ങളും കാഴ്ചകളും പെരുന്നാളിൻ്റെ വിശേഷങ്ങളും പെരുന്നാളിൻ്റെ ഭംഗിയേറിയ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കൊച്ചു വീഡിയോയുമായിട്ട് ഞാനിപ്പം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം മറക്കാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ചാനൽ കാണുന്നവർ ചാനലൊന്ന് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യപ്പെടുക കേട്ടോ. അപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം കൊട്ടാരമറ്റത്താണ്. കൊട്ടാരമറ്റത്ത് നിന്നും നമ്മൾ പാലായിലേക്ക് പോവാണ് കേട്ടോ. അപ്പം അതിൻ്റെ വഴിവശങ്ങളിലേക്കുള്ള കാഴ്ചകൾ, അതുപോലെ പൊൻകുന്നം പാലത്തിലേക്ക് നല്ല മനോഹരമായ കാഴ്ചകൾ അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മുടെ പെരുന്നാളിൻ്റെ കാഴ്ച നമ്മൾ കുരിശുപള്ളിയിലേക്ക് ചെല്ലും, മാതാവിനെ കാണും, അവിടുത്തെ കുറച്ച് കാഴ്ചകൾ. അതിനുശേഷം നമ്മൾ നമ്മുടെ മഹാറാണി റൗണ്ടാന ഉണ്ടല്ലോ അവിടെ വരെ നടന്നു പോവും. അതിനുശേഷം രാമൂർ റൂട്ടിൽ കൂടെ പോകും. അപ്പോൾ അങ്ങനെ കുറേ പ്ലാനിങ്ങിലൂടെയാണ് നമ്മൾ ഇന്നത്തെ യാത്ര നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പം അതായത് അതിൻ്റെ കൂടുതൽ നമ്മുടെ പാലാ ജൂബിലിയുടെ പാലായുടെ ഭംഗി കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു യാത്ര കൊണ്ട് ഞാൻ കൂടുതലായിട്ടും ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. പാലാ ജൂബിലിയെ വരവേറ്റുകൊണ്ട് പാലാ പൊൻകുന്നം പാലം അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന വളരെ മനോഹരമായൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനോട് ചേർന്ന് തന്നെ ഒരു മാതാവിനായി ഒരു പന്തൽ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ പന്തലിൻ്റെ ഉള്ളിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു മാതാവിൻ്റെ സ്റ്റാച്ചു അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പൊൻകുന്നം പാലത്തിൻ്റെ മുകളിൽ നിന്നും പാലാ ടൗണ് നമ്മളിപ്പോൾ കാണുന്നു. അങ്ങ് ദൂരെയായി പാലാ കുരിശുപള്ളി ഒരുങ്ങി നിൽക്കുന്ന വളരെ മനോഹരമായ കാഴ്ച കാണാൻ പറ്റും. അതുപോലെ മീനച്ചിലാറിൽ നമ്മുടെ ഏതാണ് ദീപാലങ്കാരങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന വളരെ മനോഹരമായ കാഴ്ച ഈ കുരിശുപള്ളി നല്ല തലയെടുപ്പോടെ നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മളിനി പാലത്തിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇനി നേരെ പോകുന്നത് കുരിശുപള്ളിയിലേക്കാണ്. അങ്ങനെ കൊട്ടാരമറ്റം മുതൽ നമ്മുടെ പാല പൊൻകുന്നം പാലം വരെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ പാല കുരിശുപള്ളിയിലേക്കാണ് കേട്ടോ. ടൗൺ കുരിശുപള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അമലോത്ഭവ മാതാവിൻ്റെ ജൂബിലി ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഡിസംബർ 8-ാം തീയതി രാത്രി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ വഴിയോരത്തെ ഒരുക്കങ്ങളും ദീപാലങ്കാരങ്ങളും ജനത്തിരക്കും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതുപോലെ തോരണങ്ങളും ബലൂണുകളും എല്ലാം പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കടകളുണ്ട്, നല്ല ജനക്കൂട്ടമാണ് കേട്ടോ. ഇന്ന് വരെ പാല കാണാത്ത തരത്തിലുള്ള ഒരു ആൾക്കാർ കൂടി ജൂബിലിയാണ് എന്നാണ് കുറേ ആൾക്കാർ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞത്. 7-ാം തീയതി ആയിരുന്നെങ്കിലും ഒരുപാട് ജനം തിങ്ങി എത്തിക്കൂടിയ ഒരു ജൂബിലി ആയിരുന്നു നമ്മുടെ ഇത്തവണത്തെ ജൂബിലി. അപ്പം എന്തായാലും അമലോത്ഭവ മാതാവിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. നല്ല തിരക്കാണ് കേട്ടോ. വഴിക്കൂടെ ട്രൈപോഡൊക്കെ പിടിച്ച് ക്യാമറയൊക്കെ പിടിച്ച് പോകാൻ തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. തിരക്കുള്ളത് കൊണ്ട് തന്നെ പലരും ക്യാമറയൊക്കെ ഒന്ന് തട്ടുന്നുണ്ട്. എന്നാലും നമ്മളതെല്ലാം അവഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇത് ഈ പിള്ളേർക്കായി കളിക്കാൻ വേണ്ടി ഒരുപാട് നല്ല ബലൂണ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ബാക്കി നമുക്ക് കുരിശുപള്ളി ചെന്നിട്ട് പറയാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വൻ ജനാവലി തന്നെയാണ് കേട്ടോ ഡിസംബർ 8-ാം തീയതി പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനടയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല തിരക്കാണ്, നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെ പാടാണ്. ഒരുപാട് ദീപാലങ്കാരങ്ങളും എല്ലാം ഉണ്ട്, അനൗൺസ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം ഒത്തിരി നോയ്സ് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വീഡിയോയുടെ ഓഡിയോ ഒരു പരിധിവരെ മ്യൂട്ട് ചെയ്തേക്കുവാണ്. ഇല്ലേ പറയുന്ന ഒന്നും ക്ലിയർ ആകത്തില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. മൂന്ന്
ഇടവകളിൽ നിന്നും കത്തീഡ്രൽ, ലാലം സെന്റ് മേരീസ് പഴയപള്ളി, ലാലൻ സെന്റ് ജോസ് പുത്തൻപള്ളി, കുരിശുപള്ളിയെ പ്രതികരിക്കുന്ന യോഗാംഗങ്ങൾ, അതിൽ തന്നെ പ്രത്യേക ചുമതലയുള്ള 3 കൈക്കാരന്മാർ, ശ്രീ തോമസ് കുട്ടി മെനാമ്പറമ്പിൽ, ശ്രീ ജോയി പുളിക്കൽ, ശ്രീ ജോണി ബന്തപ്ലാക്കൽ എന്നിവരുടെയും 3 ഇടവകളിൽ നിന്നുള്ള കൈക്കാരന്മാർ, യോഗപ്രതിനിധികൾ, ജൂബിലി ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ കൂട്ടുത്തരവാദിത്വവും സമർപ്പണ പാലാ നഗരവീഥികളും ചെറുവഴികളും അലങ്കരിച്ച വ്യാപാരി, വ്യവസായി, തൊഴിലാളി സുഹൃത്തുക്കൾക്കും സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിനും പ്രദക്ഷിണ വഴിയിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കായി മനോഹരവും ആകർഷകവുമായ പന്തലുകൾ ഒരുക്കിയവരെയും നന്ദിയോടെ ഓർക്കുന്നു, സന്തോഷം അറിയിക്കുന്നു. മാതാവിന് മാലയിടുന്നത് ഒരു നേർച്ചയായി കണ്ട് ഒരുപാട് ആൾക്കാർ മാലയിടാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള മാലയും കാര്യങ്ങളൊക്കെ അവർ അവിടെ നിന്ന് തന്നെ തരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു സംഖ്യ, ചെറിയൊരു സംഖ്യ നേർച്ചപ്പെട്ടിലിടുക, അതിനുശേഷം നമ്മുടെ നിയോഗം പറഞ്ഞ് മാലയിട്ട് പ്രാർത്ഥിക്കുക. അതാണ് അവിടുത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചേട്ടനാണ് മാല ഇടുന്നത്. നമ്മൾ മാല പ്രാർത്ഥിച്ച് നിയോഗം പറഞ്ഞ് കയ്യിലെടുത്ത് കൊടുക്കുന്നു. അദ്ദേഹം അത് മാതാവിൻ്റെ കഴുത്തിൽ അണിയിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ നടന്ന ബൈബിൾ ടാബ്ലോ മത്സരത്തിന്റെ വിജയികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 3 കത്തീഡ്രൽ പിതൃവേദി യൂണിറ്റാണ്. ഏറ്റവും സ്നേഹപൂർവ്വം അവരെ ക്ഷണിക്കുന്നു. അവരവതരിപ്പിച്ച ഭാഗം മോശ സീനായി മലയിൽ നിന്നും 10 കൽപ്പനകളുമായി ഇറങ്ങി വരുന്ന ബൈബിൾ ഭാഗമാണ്. ബിഷപ്പ് വൈലിൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും അതുപോലെ തന്നെ കുറ്റിയാങ്കൽ റബ്ബർ നഴ്സറി പാല സ്പോൺസർ ചെയ്യുന്ന 50,000 രൂപയുമാണ് ഇവർക്ക് നൽകുക. ഏറ്റവും സ്നേഹപൂർവ്വം അവരെ ക്ഷണിക്കുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ. ടീം ക്യാപ്റ്റനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. 1ാം സമ്മാനാർഹരായ പിതൃവേദി യൂണിറ്റ് കത്തീഡ്രൽ ക്യാഷ് പ്രൈസ് മേടിക്കുന്നതിനായിട്ട് ടീം ക്യാപ്റ്റനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. 50,000 രൂപയാണ് 1ാം സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുക. രണ്ടാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 7 ബാബു ആന്റണി വെളുത്തേടത്ത് പറമ്പിൽ. ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സീനായി മലയിൽ നിന്നും മോശ 10 കൽപ്പനകളുമായി ഇറങ്ങി വരുന്ന ബൈബിൾ ഭാഗം അവതരിപ്പിച്ചതിനാണ് ഈ 2ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. കുറ്റിയാങ്കൽ നഴ്സറി ആൻഡ് ഗാർഡൻ സ്പോൺസർ ചെയ്യുന്ന 40,000 രൂപയും സി ജോൺ കട്ടക്കെ എവറോളിംഗ് ട്രോഫിയുമാണ് ഇവർക്കുള്ളത്. ഏറ്റവും സ്നേഹപൂർവ്വം നിറഞ്ഞ കൈയോടെ ഇവരെ സ്വാഗതം ചെയ്യുകയാണ്. ക്യാഷ് പ്രൈസ് വാങ്ങുന്നതിനായിട്ട് ടീം ക്യാപ്റ്റനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 5 മാല സന്തോഷ് *30,000 രൂപ. കുറ്റിയാങ്കൽ ടിഷ്യൂ കൾച്ചർ ലബോറട്ടറി മൂന്നാനി സ്പോൺസർ ചെയ്യുന്ന 30,000 രൂപ അവർക്ക് ക്യാഷ് പ്രൈസ് ആയിട്ട് ലഭിക്കുന്നു. പ്രാവശ്യം സമ്മാനം നേടിയ ആളാണ് മാർക്കറ്റ് ജംഗ്ഷനിലുള്ള ലോറൻസ്. 2ാം സമ്മാനം ശ്രീ ബിജു വാതല്ലൂര് സ്ഥാപനമായ പോപ്പുലർ ഡ്രൈവിംഗ് സ്കൂൾ വക സമ്മാനം.
നമ്മൾ സമ്മാനദാനത്തിൻ്റെ മൊത്തം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് മൊത്തം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1/2 മണിക്കൂർ തന്നെ സമ്മാനദാനം തന്നെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പോസ്റ്റ് ചെയ്യാൻ പോയി വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അതുകൊണ്ട് നമ്മളത് പോസ്റ്റ് ചെയ്യുന്നില്ല. നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാലായിൽ നിന്നും, അതായത് കുരിശുപള്ളി കവലയിൽ നിന്നും നമ്മുടെ ആ മഹാറാണി റൗണ്ടാന ആ ഭാഗത്തേക്ക് നമ്മൾ നടന്നു പോവുകയാണ്. അപ്പോൾ വഴിയിലെ തിരക്ക് കാര്യങ്ങൾ, അതുപോലെ ദീപാലങ്കാരങ്ങൾ, വഴിയോര കച്ചവടക്കാരെ, നമ്മുടെ വിച്ചുവാണിക്കടയൊക്കെ ഉണ്ടല്ലോ, ചിന്തിക്കട കാര്യങ്ങൾ, അപ്പം അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ, അതുപോലെ ജനത്തിരക്ക്, ഇതെല്ലാം ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരാണ് കേട്ടോ ഇത്തവണ നമ്മുടെ 2024 ജൂബിലി കൂടാൻ വേണ്ടി പാലായിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പാലായിൽ ജൂബിലിയോട് ചേർന്ന് തന്നെ നടക്കാൻ പോണ മറ്റൊരു സംഭവമാണ് നമ്മുടെ പാലാ കാർണിവൽ തുടങ്ങിയിട്ടുണ്ട്. ഡിസംബർ 6 തീയതി മുതൽ ജനുവരി 6 തീയതി വരെയാണ് അവരതിൻ്റെ സമയം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഴക്കര മൈതാനത്തിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ജനക്കൂട്ടം നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് ട്രൈപ്പോഡും പിടിച്ച് ഫോണും പിടിച്ച് നടക്കാമെന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കേസാണ്. പക്ഷേ നമ്മൾ അതെല്ലാം അവഗണിച്ച് അങ്ങ് പോവാണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ നമുക്ക് തരുന്ന സപ്പോർട്ട് അത്രയും വലിയ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡിസംബർ 7 തീയതി ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് രാത്രിയാണ് പോസ്റ്റ് ചെയ്തത്. നമ്മുടെ ടാബ്ലോ, അതുപോലെ തന്നെ ഫാൻസി ഡ്രസ്സ് മത്സരം, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു. വൈകുന്നേരം വന്നിരുന്ന് എഡിറ്റ് ചെയ്ത് രാത്രിയിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പം പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്ത് പ്രവാസികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പം അവർക്ക് പാലാ ജൂബിലി മിസ് ചെയ്യുന്നവർക്കായിട്ട് കാണാൻ വേണ്ടിയാണ് നമ്മൾ ആ വീഡിയോ കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്തത്. കാരണം മറ്റൊന്നുമല്ല, രാത്രിയിലൊന്നും ആരും അധികം വീഡിയോ പോസ്റ്റ് ചെയ്യാറില്ല, നമുക്ക് വ്യൂ അധികം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രവാസികളായ ആൾക്കാർ ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് വന്നിരുന്ന് കണ്ടോട്ടെ എന്നോർത്തുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. വ്യൂ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്തായാലും 24 മണിക്കൂർ കൊണ്ട് തന്നെ ആ വീഡിയോയ്ക്ക് നമുക്ക് ഏകദേശം ഒരു 20,000 അടുത്ത് വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് റിസ്ക് സഹിച്ച് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ജനക്കൂട്ടം ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കൂടെ പോക്ക് പാടാണ്. പക്ഷേ അതൊരു പ്രശ്നമല്ല, നമ്മളങ്ങ് പോവാണ്. നല്ല കാഴ്ചകളാണ് വഴിയുടെ ഇരുവശത്തും നമ്മളെ കാത്തിരിക്കുന്നത്. തോരണങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ നല്ല ഇലുമിനേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, ബലൂൺസ് ഉണ്ട്, വിച്ചുവാണിക്കടകൾ, അങ്ങനെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ജൂബിലി ഇരട്ടി മധുരം അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തികളും സമ്മാനിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു കാര്യം കൂടെ പറയട്ടെ, നാളെ ഡിസംബർ 9 തീയതി 11:15 കൃത്യം 11:15 നമ്മുടെ കുരിശുപള്ളിയുടെ പന്തലിൽ സ്ഥാപിച്ചിരിക്കുന്ന മാതാവിൻ്റെ തിരുസ്വരൂപം അവിടെ നിന്നും എടുത്ത് നമ്മുടെ ഗ്രോട്ടോയുടെ ഉള്ളിൽ സ്ഥാപിക്കുന്ന ഒരു ചടങ്ങും കൂടെയുണ്ട്. അത് കൃത്യം 11:15 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആ സമയത്ത് ഉറപ്പായിട്ടും അവിടെ ചെന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും, ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം മറക്കാതെ എല്ലാവരും ആ വീഡിയോയും കൂടെ ഒന്ന് കാണണം കേട്ടോ. ഇനിയുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം, അതായത് ഇത്രയും നേരം മ്യൂട്ടാക്കി വെച്ചിരിക്കുന്ന ആ ഓഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ആ വഴിയിലെ ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെ, അതൊന്ന് ഞാൻ അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പം ആ ഒരു പെരുന്നാളിൻ്റെ ശരിക്കുള്ള ഫീല് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുമായിരിക്കും. നോക്കാം.
അങ്ങനെ കുറേ ദൂരം നടന്ന് നമ്മൾ മുനിസിപ്പൽ കോംപ്ലക്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. മുനിസിപ്പൽ കോംപ്ലക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോരുന്ന വഴിക്കാണെങ്കിലും സഹിക്കാൻ പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിലോട്ട് വന്നിച്ച് മറ്റേ ഈ ഭയങ്കര വെച്ചുള്ളൊരു പി ഉണ്ടല്ലോ, ആ സാധനം ചെവിയിലോട്ട് വെച്ചിങ്ങനെ അടിക്കും നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് പോരുന്ന വഴിക്ക് വരുത്തന്മാർ. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളി സംഭവം കേട്ടോ. വെറൈറ്റി സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്, അവർക്കൊരു രസം. അങ്ങനെ ഓക്കെ, കൊള്ളാം. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ ദൂരം നടന്ന് ഇവിടെ വരെ എത്തി. കാഴ്ചകളൊക്കെ വളരെ നല്ല കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ ഇതാണ് മഹാറാണി തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള റൗണ്ടാന ഉണ്ടല്ലോ, അവിടെ വളരെ മനോഹരമായിട്ട് ഒരു ഗ്രോട്ടോ പോലെ നിർമ്മിച്ച് അവരതിൻ്റെ അകത്തൊരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അപ്പം വളരെ നല്ല മനോഹരമായിട്ടുള്ളൊരു മാതാവിൻ്റെ സ്റ്റാച്ചു ആണത്. നമ്മൾ ഇനി പോകുന്നത് അവിടുത്തെ അലങ്കാരങ്ങളും ആ ഗ്രോട്ടോയും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി നേരെ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാട്ടോ. ഇത് എന്തായാലും പൊളിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ വേണ്ടി. വീഡിയോയ്ക്കകത്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നേരിട്ട് കണ്ടാലും കുറച്ചും കൂടി നമുക്ക് ഭംഗി കിട്ടുന്നുണ്ട്. കുറച്ചങ്ങ് മാറി ഒരു മാതാവിൻ്റെ വലിയൊരു രൂപം അവർ ലൈറ്റ് വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഈ ഗോൾഡും പിങ്ക് ബ്ലൂ ആ ഒരു കോമ്പിനേഷൻ ലൈറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട് കാഴ്ചയിൽ, കൊള്ളാം കേട്ടോ. അപ്പം ഇതിൻ്റെ അപ്പുറത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മാതാവിൻ്റെ രൂപവും ഒരു ഗ്രോട്ടോ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളിനി അങ്ങോട്ട് പോകട്ടോ. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു ടീമാണ്, അവർ ഒരു ഹായ് പറയണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മളങ്ങ് എടുത്തതാണ് വീഡിയോ. അപ്പം ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗ്രോട്ടോ, ഉണ്ടാക്കി വെച്ചേക്കുന്ന ഗ്രോട്ടോയാണ്. പക്ഷെ കണ്ടാൽ ഫീൽ ചെയ്യത്തില്ല, നല്ല രസമുണ്ട്, നല്ല ഫിനിഷിങ് വർക്കാണ് കേട്ടോ. നമുക്ക് അടുത്ത് പോയി നോക്കാം. അങ്ങനെ ഇവിടെ വരെയുള്ള കിടിലൻ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ രാമപുരം റൂട്ടിലേക്കാണ് കേട്ടോ. അപ്പം രാമപുരം റൂട്ടിൽ വഴിയുടെ രണ്ട് വശത്തുമായിട്ട് ഒരുപാട് വെച്ചുവാണി കടകളും ചിന്തിക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ പഴയ നൊസ്റ്റാൾജിക് ഫീൽഡ്സൊക്കെ ഒന്ന് ഓർത്ത് അയവിറക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ജൂബിലി മിസ് ചെയ്യുന്നവർക്കായിട്ട് അങ്ങനെ കുറച്ച് കാഴ്ചകളും കൂടി ഞാൻ സമ്മാനിക്കാം.
അങ്ങനെ നമ്മുടെ പാലാ ജൂബിലിയുടെ പ്രധാന ദിവസമായ ഡിസംബർ 8-ാം തീയതിയിലെ രാത്രിയിലെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും അടങ്ങിയ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യപ്പെടുക കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം. അതിനു മുമ്പായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ജൂബിലിയുടെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ.